അളിയ എന്ത് പറ്റി വരാൻ പറഞ്ഞത്? എന്റെ അളിയൻ പോയടാ. എന്നിട്ടാണ് നീ ഈ പാർക്കിൽ വന്ന് കാറ്റിക്കൊണ്ടിരിക്കണേ? അളിയ സമാധാനിക്കളിയാ, ജനിച്ച എന്തായാലും ഒരിക്കൽ പോകും. അതല്ലെന്ന് അവ അമേരിക്കക്ക് പോയെന്ന്. അമേരിക്ക? അവനായിരുന്നു എനിക്ക് ആപ്പാടുള്ളൊരു ആശ്രയം. അല്ലളിയാ, എന്താ നിന്റെ ശരിക്കുള്ള പ്രശ്നം? അളിയ ജോൽസിനാ. ജോൽസിനല്ല, റിമി ടോമി. അങ്ങനെയാണെങ്കിൽ വിധുപ്രതാപം കാണും, അവരൊരു പാക്കേജാ. ഇവിടെ പൊട്ടന്മാരെ എന്റെ അമ്മാവനൊരുത്തരുണ്ട്, അങ്ങേര് ജോൽസിനാ. അങ്ങേര് കാണാൻ ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങേര് എന്ത് ചെയ്തേ? എടാ എന്റെ പേരൻസിനെ എനിക്ക് അറിയാല്ലേ, അവർക്ക് ഇതിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. ഇങ്ങേര് പറയുന്നത് ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർ പോകും. ജനിച്ച് അന്ന് തൊട്ട് തുടങ്ങിയ ഇയാളെ കൊണ്ടൊരു ശല്യം. എന്റെ പേരെന്തോ നിങ്ങൾക്ക് അറിയോ? ഭാർഗവൻ. ഈ തെണ്ടി പറഞ്ഞു കൊടുത്താ ഈ പേരിട്ട ജീവിതത്തിൽ ഉന്നതി എത്തുമെന്ന്. ലോകത്ത് എവനെങ്കിലും ഉണ്ടോ ഇതുപോലെ ഗതി കെട്ടൊരു പേര്? നിനക്കുണ്ടല്ലോ. അളിയാ, അതിനിപ്പോ അങ്ങേര് എന്ത് ചെയ്ത്? എടാ എനിക്ക് അവളെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ജാതകം നോക്കി ഓക്കെ പറയണം, അല്ലേ എന്റെ വീട്ടുകാർ സമ്മതിക്കൂല. എനിക്കറിയാലോ. നമുക്ക് നിന്റെ വീട്ടുകാരോട് അങ്ങേർക്ക് അഷ്ടത്തി കുഷ്ടമുണ്ടെന്ന് പറഞ്ഞാലോ? അത് അഷ്ടമത്തി കുഷ്ടമല്ലേ? എന്തോന്നടേ ഇതൊക്കെ? ഒരു ഐഡിയ പറയുമ്പോ നീയൊക്കെ അയാൾ അഷ്ടമത്തി പിടിച്ച് തൂമ്പുവാണോ? അളിയാ, ഒരാളുണ്ട്, മൂക്കള ബിജു. ഗുണ്ടയാണ്, ഭയങ്കര നിരീശ്വരവാദിയാണ്. ഈശ്വര വിശ്വാസികളെയൊക്കെ ഓട്ടിച്ചിട്ട് അടിക്കലാണ് അങ്ങയുടെ പ്രധാന ഹോബി. നമുക്ക് നിന്റെ അമ്മാവനെ അങ്ങേർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ? അളിയാ, നന്നായി. ജിംനാഷ്യം ആയിരിക്കും. ബാ അണ്ണാ, ഒരു സഹായം വേണമായിരുന്നു. പോവല്ലേ, കാര്യം പറയണ്ടേ? അണ്ണാ, ഒരു ജോത്സ്യനെ ഒതുക്കാനാണ്. ജോത്സ്യനാ? അന്ധവിശ്വാസം ഞാൻ വെച്ച് പൊറപ്പിക്കൂല. അവനെ വീട് പറ, കയറി അവനെ കാല് ഞാൻ വെട്ടും. കാലൊന്നും വെട്ടണ്ടാവും, ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതി. അതെ, ഒന്നുമില്ലെങ്കിലും ജോത്സ്യൻ അവന്റെ അമ്മാവനല്ലേ? ജോത്സ്യനല്ലടോ, ജോത്സ്യൻ. നീ എനിക്ക് എന്റെ കയ്യങ്ങ് വെക്കാം. ആ വിശ്വാസിയുടെ കഴുത്തിൽ എനിക്ക് ഞെരിച്ച് മറക്കണം. വാ ചേച്ചി, ബോളർ താത്തുപോയി, എനിക്കിന്ന് ഡ്യൂട്ടിയുണ്ട്. ആടാ. അണ്ണാ, ഇപ്രാവശ്യം എന്തിനാണ് പോലീസ് പിടിച്ചത്? അത് കിണവ് ഞാൻ കോയില് ഭക്തന്മാരറിഞ്ഞ തേങ്ങ ഞാൻ പിടിച്ചെടുത്ത് അവന്മാരെ മണ്ടയ്ക്ക് നിറഞ്ഞു കൊടുത്തു. ഇറങ്ങി വേണം പേട്ട് ജോലിച്ചാ. നീയൊക്കെ കാരണം പ്രേമിക്കുന്നവർക്ക് കിളമ കഴിക്കണ്ടടാ. ഭാർഗവനാ? ആരുടെ ഇതൊക്കെ? ഞാൻ ആരെന്നൊക്കെ താൻ വയ്യ അറിയും. യവൻ കന്നിമാസത്തിൽ യവൻ കന്നിമാസത്തിൽ കല്യാണം കഴിച്ചാൽ തനിക്ക് എന്തോ കുഴപ്പം? അവന്റെ ലഗ്നത്തിൽ വിഘ്നമുണ്ട് സുഹൃത്തെ. എന്റെ ലഗ്നത്തിൽ വിഘ്നമൊന്നുമില്ല. അവന്റെ ലഗ്നത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ അവൻ തീർത്തോളൂ. നാളെ യവന്റെ തന്തയും തള്ളയും വരും, അപ്പൊ ആ കല്യാണം നടത്തി കൊടുത്തോണം. അല്ലെങ്കിൽ നിന്റെ ലഗ്നം ഞാൻ അയച്ചോ. എന്തിനാ സുഹൃത്തെ, അവിടുന്ന് മാറി നിൽക്കൂ. ഓ, എങ്ങനെ? ചിലപ്പോ ഞാൻ എന്താ ഇവിടെ നിൽക്കും, ചിലപ്പം ഇവിടെ നിൽക്കും, ചിലപ്പോ ഞാൻ ഇവിടെ നിൽക്കും. നീ ആളാ ചോദിക്കാൻ? മോനെ, നിന്റെ ഉച്ചയിൽ ശുക്രൻ ഉദിച്ച് നിൽക്കുകയാണ്, പോരാത്തിന് നല്ല കാറ്റ്. അങ്ങേരെ ഉച്ചി മോനെ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഉച്ചയിൽ ശുക്രൻ വീഴുമെന്ന്. അളിയ, ഈ തേങ്ങയുടെ സംസ്കൃതമാണ് അളിയ ശുക്രൻ. എനിക്കറിഞ്ഞൂടെ. നീ ഇപ്പൊ ഈ ഉണ്ട നമ്മൾ എന്തോ ചെയ്യും? വാ പൊക്ക്. അളിയ, എന്റെ ദോഷമൊക്കെ മാറാനായിട്ട് വായിക്കൂടെ ശൂലം കയറ്റി മല കയറണമെന്നാണ് കള്ളക്കളവും പറഞ്ഞേക്കുന്നത്. അളിയ, വായിക്കൂടെയൊക്കെ ശൂലം കയറ്റിയാൽ ദോഷം പോകുന്ന പോയിട്ട് ദോശ കഴിക്കാൻ പോലും പറ്റൂല. അന്നേരെന്തോന്നു അണ്ണാ? ചെയ്ത പാപങ്ങളെല്ലാം തീരാൻ വേണ്ടി മഹാദേവന്റെ നടയിൽ വലിയൊരു ശൈനപ്രദർശനം. അതാണ് ജ്യോത്സ്യം പറഞ്ഞിരുന്നത്. ജ്യോത്സ്യം പറഞ്ഞ അച്ഛൻ ഓർമ്മയില്ലേ? മഹാദേവ അളിയ, നിന്റെ അമ്മാവനെ ഒതുക്കാനേ എന്റെ കയ്യില് വേറൊരാളുണ്ട്, അയാൾ ഇറക്കിയാലോ?